പരീക്ഷ ഒരുക്ക ക്ലാസ് അല്ലെ എക്സാം ഓറിയൻറ്റേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പരീക്ഷയെപ്പറ്റി കൂടുതൽ പേടിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും ഞാൻ കാണാറുണ്ട്. പരീക്ഷയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കൊടുക്കുകയാണ് വേണ്ടത്. പരീക്ഷ ആരോഗ്യപരമായി സമീപിക്കാനും അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഒക്കെ കുട്ടികൾക്ക് കഴിയട്ടെ. അവരുടെ എല്ലാവർക്കും ഫുൾ മാർക്കൊന്നും വാങ്ങിക്കാൻ കഴിയില്ല, പക്ഷേ എല്ലാവർക്കും അവരുടെ ഒരു ബെസ്റ്റ് എഫേർട്ട് ഫോർവേഡ്, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓരോരുത്തർക്കും പറ്റുന്നതിൻ്റെ ബെസ്റ്റ് എഫേർട്ട്. സാധാരണ പഠിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്ന് ഒരു 20% വരെയെങ്കിലും അവർക്ക് മെച്ചപ്പെടാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എടുത്ത് പറഞ്ഞത്, ഇന്ന് അങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവിടെ കുട്ടികളുടെയും പേരൻറ്റിൻ്റെയും ഒക്കെ സംശയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിനോടൊക്കെ ആരോഗ്യപരമായി പ്രതികരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇന്നൊരു സ്കൂളിലെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സാം ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായിരുന്നു. കഴിവതും എക്സാം എന്ന് പറയുന്ന വാക്കുപോലും വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു ആ ക്ലാസ്സിലൂടെ ചെയ്തത്. എക്സാമിനെക്കുറിച്ച് മൈക്രോ മാനേജ് ചെയ്ത് കുറേ ആശയങ്ങൾ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും എക്സാം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ അതിലേക്കുള്ള അവരുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റാനാണ് പൊതുവായിട്ട് ശ്രമിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ഏതൊരു തരത്തിലുള്ള പരീക്ഷകളും ആരോഗ്യപരമായി കാണേണ്ടതായിട്ടുണ്ട്. കാരണം പരീക്ഷകൾ എപ്പോഴും അതിനൊരു ബെനിഫിറ്റുണ്ട്. പലപ്പോഴും പരീക്ഷകളെ എന്തോ ഒരു കുഴപ്പമായിട്ട് കാണുന്നു. പേരൻസൊക്കെ പരീക്ഷയെക്കുറിച്ച് ഭയങ്കരമായിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആദിയുള്ളവരായിട്ട് കാണിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണം, ഈവൻ ടീച്ചേഴ്സ് പോലും ബോർഡ് എക്സാമാണെന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങ് മൈക്രോ മാനേജ് ചെയ്ത് അവരിലങ്ങ് ഭയവും ആങ്സൈറ്റിയും ഒക്കെ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമമാണ്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. എക്സാമിനെക്കുറിച്ച് ആരോഗ്യപരമായ ഒരു കാഴ്ചപ്പാട് തന്നെ കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ലോകത്തിലെ വലിയ കോമ്പറ്റീഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷൻ വരാനായിട്ട് സ്വപ്നം കണ്ട് പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ആണെങ്കിലും ഒരു വേൾഡ് കപ്പ് ആണെങ്കിലും ഇതൊക്കെ വലിയ വലിയ കോമ്പറ്റീഷൻസാണ്. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ പ്രിപ്പയർഡാണ്. അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഒരു പെർഫോമൻസിലൂടെയാണ് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മളുടെ ഒരു കോമ്പീറ്റൻസി ഏത് ലെവലാണ്, നമ്മൾ ലോകത്തിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ അവസരം കിട്ടുള്ളൂ. ഇത് തന്നെയാണ് നമ്മളുടെ ഒരു ചെറിയ പരീക്ഷ പോലും, ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് എന്തും വേണ്ടി നോളജ് ഉണ്ട്, നമ്മുടെ കോമ്പീറ്റൻസി എന്താണ്, മെൻ്റൽ ഹെൽത്ത് എവിടെ നിൽക്കുന്നു, ഇമോഷണൽ ഹെൽത്ത് എവിടെ നിൽക്കുന്നു, പേഴ്സണാലിറ്റി എവിടെ നിൽക്കുന്നു, ഇതെല്ലാം റിവീൽ ചെയ്യുന്നത് ഈ എക്സാം ടൈമിലാണ്. പേരൻസിനൊക്കെ സത്യം പറഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ അവരുടെ വൾണറബിലിറ്റീസൊക്കെ എവിടെയാണ്, അവരുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം ഉപയോഗിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ല 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കുട്ടികളെ ഇന്ന് കൃത്രിമമായി പഠിപ്പിച്ചെടുക്കുകയാണ്. പലപ്പോഴും ഈ ട്യൂഷൻ സെൻ്ററുകളുടെയൊക്കെ വാതിക്കൽ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ പൊതുവേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കാണുന്നത്. ഇതൊരു ദുരന്തമാണ്. കുട്ടികൾക്ക് പരീക്ഷയെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ഒരു കാഴ്ചപ്പാട് നൽകുകയും അതിനുവേണ്ടി നന്നായിട്ട് അവർ പ്രിപ്പയർഡ് ആവുകയും അതിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കുകയും അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കാൻ, പ്രത്യേകിച്ചൊരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ബെസ്റ്റ് എഫേർട്ട് ഫോർവേഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതാണ് റിസൾട്ടായിട്ട് മാറും. ആ റിസൾട്ടിൽ മാത്രമല്ല കാര്യങ്ങളിരിക്കുന്നത്, അതിനുള്ള എഫേർട്ടുകൾ, അതിനുവേണ്ടി നടത്തിയ സ്ട്രാറ്റജീസ്, ആ സമയത്ത് നമ്മൾ നേടിയ സ്കില്ല്, ആറ്റിറ്റ്യൂഡ് ഒക്കെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നല്ല മാനസിക ആരോഗ്യത്തോടു കൂടി ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് തന്നെ നമുക്കൊരു വലിയ ട്രാക്ക് റെക്കോർഡാണ്. പിന്നീട് നമുക്ക് ഇരുന്ന് സന്തോഷമായിട്ട് അഭിമാനത്തോടെ ആലോചിക്കാം, ആ സമയത്തൊക്കെ ഞാൻ വളരെ സമചിത്തതയോടെ, പക്വതയോടെ, ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു എക്സാം എന്ന് പറയുന്നത്. പല പേരൻസിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ മാർക്കിനെക്കുറിച്ചുള്ള അമിതമായൊരു ആങ്സൈറ്റിയാണ്. അത് കുട്ടികളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയുള്ളൂ. പിന്നെ ഈ ഭാവിയെക്കുറിച്ചൊക്കെ ഒത്തിരി അങ്ങ് കടന്ന് ചിന്തിക്കുകയാണ്. ഈ മാർക്ക് കുറഞ്ഞു പോയാൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെയുള്ളതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഓരോ കുട്ടികളും 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന സിസ്റ്റത്തിൽ തന്നെ തുടർന്നും ഒരു 2 കൊല്ലം കൂടെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ സിസ്റ്റമൊക്കെ മാറുമ്പോൾ അതിൻ്റേതായ ഒരുപാട്
ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വരാം. അതുകൊണ്ട് ആരോഗ്യപരമായ ഒരു രീതി ഒരു 12ാം ക്ലാസ് ഒരു സിസ്റ്റത്തിൽ തന്നെ പഠിക്കുന്നതാണ്. പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറിയാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് തോന്നിയാൽ, ബെനിഫിറ്റ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. പല കുട്ടികളും സിസ്റ്റമൊക്കെ മാറി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഏത് സിസ്റ്റത്തിലും കുട്ടികൾക്ക് ചെറിയ മാർക്ക് വാങ്ങിക്കാനും വലിയ മാർക്ക് വാങ്ങിക്കാനും ഒക്കെയുള്ള ഫ്രീഡം ഉണ്ട്. സ്കൂളുകളുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് 90% താഴെയൊന്നും കുട്ടികൾക്ക് വാങ്ങിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അത് ഒരു ദാരിദ്ര്യം പിടിച്ച വിദ്യാഭ്യാസമാണ്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള അധ്യാപകരൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു ദുരന്തമാണെന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാത്തരം ഒരു 50 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് അത് ആ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം ഈ 50 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി സ്കൂളിന് വേണ്ടി ചിലപ്പോൾ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത കുട്ടിയായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ടോട്ടലി നോക്കുമ്പോൾ ആ കുട്ടി ഒരു എക്സലൻറ്റ് കുട്ടി തന്നെയാണ്. നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റിയുള്ള, നല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റിയുള്ള, നല്ല കമ്പാഷനേറ്റ് ആയിട്ടുള്ള, എമ്പതറ്റിക്കലായിട്ടുള്ള കുട്ടികളൊക്കെ കാണും. അവർ ചിലപ്പോൾ അക്കാഡമിക്കലി വലിയ എക്സലൻ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ അവരെല്ലാം ഒരു സ്കൂളിൻ്റെ അസറ്റാണ്. അവരെ എല്ലാവരെയും ബഹുമാനത്തോടു കൂടി കാണാൻ കഴിയുന്ന അധ്യാപകരാണ്. അധ്യാപകർ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് സ്കൂളുകളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്കൂളുകൾക്കൊക്കെ എന്തോ സാരമായ തകരാറുണ്ടെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു പേരൻസിനെയൊക്കെ ഒരു ക്ലാസ്സിന് വിളിച്ചാൽ പേരൻസ് പലപ്പോഴും വരാറില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും അതിന് മുമ്പ് നടന്ന ക്ലാസ്സുകളൊക്കെ കഞ്ഞി ക്ലാസ്സുകളായിരിക്കും. വളരെ നിലവാരമില്ലാത്ത ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി വരുന്ന പേരൻസ് പിന്നീട് വരാതാവും. അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ 10ാം ക്ലാസ്സിലൊക്കെയാണ് ആദ്യമായിട്ട് വിളിക്കുന്നതെങ്കിൽ അവർ വരില്ല. കാരണം അവർ ആ കൾച്ചറിലൂടെ കടന്നു പോയിട്ടില്ല. സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ് പേരൻസിനെയും കൂടി ഇനി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി പേരൻസിനെ ആരും പ്രത്യേകമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല. പേരൻസ് എഡ്യൂക്കേറ്റഡ് ആയില്ലെങ്കിൽ, എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ കിട്ടുന്ന ഡിഗ്രികളെക്കുറിച്ചല്ല, ഒരു സാമൂഹികപരമായ ഒരു അറിവിലേക്കും കുട്ടികൾ പേരൻറ്റിങ്ങിലുള്ള അറിവുകളിൽ അതുപോലെ സാംസ്കാരികമായ മൂല്യപരമായ അറിവുകളൊക്കെ അവരിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ക്ലാസ്സുകൾ, കുട്ടികൾ ചെറിയ ക്ലാസ്സുകളിൽ വരുമ്പോൾ മുതൽ നിരന്തരമായി ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു LKGയിൽ വരുന്ന കുട്ടികളുടെ പേരൻസ് മുതൽ ഒരു സ്കൂൾ ട്രെയിൻ ചെയ്ത് വരികയാണെങ്കിൽ ഒരു 10ാം ക്ലാസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേരൻ്റ് ഒരു 10 ട്രെയിനിങ് എങ്കിലും ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ പിന്നെ അധികം കാര്യങ്ങളൊന്നും പറയേണ്ട വരില്ല. കാരണം ആ നിരന്തരമായി നല്ല പേരൻറ്റിങ് ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന പേരൻസിന് വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇന്നിപ്പോൾ മലപ്പുറത്തുനിന്ന് വിളിച്ച ഒരു ഉമ്മ അവർ പറഞ്ഞൊരു കാര്യം, സാറേ ഈ സ്കൂളിലൊക്കെ ക്ലാസ്സിന് വിളിക്കുമ്പോൾ ഉപ്പാമാരും കൂടെ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമാക്കണം. വളരെ വലിയൊരു പോയിൻ്റാണ് പിന്നെ അമ്മ പറഞ്ഞത്. കാരണം ഒരു പ്രത്യേകിച്ച് ആൺകുട്ടികളുടെയൊക്കെ വളർച്ചയിൽ അപ്പന്മാർക്ക് വലിയൊരു റോളുണ്ട്. അപ്പന്മാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അമ്മമാരുടെ ജോലിയാണെന്നുള്ളതാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പ്രോബ്ലമൊന്നുമില്ല. പക്ഷേ ഒരു ആൺകുട്ടിക്ക് നല്ല കാഴ്ചപ്പാടും വ്യക്തിത്വവും നേതൃത്വവും ഒക്കെ ഉണ്ടാവണം. നല്ല കാലത്തെ അതിജീവിക്കുന്ന ഒരു കുട്ടിയായിട്ടൊക്കെ ആൺപിള്ളേർ വളർന്നു വരണമെങ്കിൽ അവർക്ക് നല്ല മാതൃകകൾ ആവശ്യമാണ്. പുരുഷ മാതൃകകൾ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇതൊന്നും കൊടുക്കുന്നില്ല. ഈ വീട്ടിലെ അപ്പന്മാരൊന്നും പഠിക്കാൻ തയ്യാറല്ല. അവരിതുപോലുള്ള ക്ലാസ്സിനൊന്നും വരാൻ തയ്യാറല്ല. അവരൊക്കെ വളരെ ബിസിയാണെന്നാണ് പറയുന്നത്. എന്ത് ബിസിയാണ്? നമ്മുടെ ജീവിതത്തിൽ 1-2 ദിവസം നമ്മുടെ കുട്ടികൾക്ക്, ഒരു വർഷം 1-2 ദിവസമായിരിക്കും ഒരു സ്കൂളിലൊരു പ്രോഗ്രാം, ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അതൊക്കെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പുതിയ കാര്യങ്ങൾ അവയർനെസ് കിട്ടും. ഇന്നലെ UK നിന്ന് വിളിച്ച ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 3 കുട്ടികളുണ്ട്, എനിക്ക് ആ കുട്ടികളെ കുറേ കൂടെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും കഴിയണം, ഐ വോണ്ട് യുവർ ഹെൽപ്പ്. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് എടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. എനിക്ക് വളരെ അഭിനന്ദനം തോന്നി, വലിയ സന്തോഷം തോന്നി ആ ഒരു വ്യക്തിയുടെ സമീപനത്തെ. കാരണം വളരെ അപൂർവമായിട്ട് മാത്രമാണ് പുരുഷന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതാണ് ഒരു യഥാർത്ഥ പിതാവെന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ നല്ലൊരു പേരൻ്റ് ആകുന്നത്. ഈ കാലഘട്ടത്തിലെ കുട്ടികളെ കുറേ കൂടി എൻട്രി ചെയ്യാനും കുറേ കൂടി എക്യുപ്പ് ചെയ്യാനും കുറേ കൂടി എംപവർ ചെയ്യാനും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അത് നമുക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക തന്നെ വേണം. എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ നശിപ്പിച്ച് കളയും. ഇന്ന് ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചു. ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർ പറഞ്ഞ 9ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ 10ൽ വന്നപ്പോഴത്തേക്ക് കുട്ടി താഴോട്ട് പോവുകയാണ്. കാരണം പിതാവ് ഈ ഓവർ ആങ്സൈറ്റി, 10ാം ക്ലാസ്സിനെ കുറിച്ച് ഓവർ ആങ്സൈറ്റി ഉള്ള ആളാണ്. അപ്പോൾ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഈ കുട്ടിയെ ആവശ്യമില്ല പ്രഷർ ചെയ്യുന്നു. 10ാം ക്ലാസ്സാണ്, ബോർഡ് എക്സാം ആണെന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നു. കുട്ടി മേളോട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ താഴോട്ട് പോകാൻ തുടങ്ങി. വളരെ നെഗറ്റീവായിട്ട് കുട്ടി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നിസ്സഹായമായി ഇവിടെ നോക്കി നിൽക്കുകയാണ്.
അപ്പോൾ പേരൻസൊക്കെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിരന്തരമായി അറ്റൻഡ് ചെയ്യണം. സ്കൂളുകൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പേരൻസിന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഗൈഡൻസ് ക്ലാസ്സുകൾ, കൗൺസിലിംഗ് ക്ലാസ്സുകൾ, എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകൾ, ഇതൊക്കെ നിരന്തരമായിട്ട് കൊടുക്കണം. അത് നിലവാരമുള്ളതായിരിക്കണം. പലപ്പോഴും ഒരു നിലവാരമില്ല. മനുഷ്യനെ ഇരുത്തി ഉറക്കുന്ന വെറും കഞ്ഞി ക്ലാസ്സുകളാണ് പലതും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോയും ഒക്കെ കാണിച്ച് എന്തുവായി കാണിക്കുന്നത് ഇതൊക്കെ. ഒരു അനുഭവം പോലും പറയാനില്ലാത്ത, ഒരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത, ഒരു നിലവാരവും ഇല്ലാത്ത കുറേ എണ്ണത്തെയൊക്കെ എഴുന്നള്ളിച്ച് ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ മഹത്വം പോലും ഇല്ലാതാകുന്നു. അത്തരം പ്രക്രിയ തന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാകുന്നു. ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യന് വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എന്താ, അതുപോലുള്ള നിലവാരമില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലാണെന്ന് പറഞ്ഞ് വേറൊരു സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുക. നമുക്കതിന് കഴിവുണ്ടോ? നമ്മളെക്കൊണ്ട് അതിന് കൊള്ളാവോ? അതും കൂടെ ഒന്ന് ആലോചിക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ വാ തുറന്ന പിള്ളേർ മൂക്കത്ത് കൈവെക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ വേറൊരിടത്ത് ചെന്നിട്ട് ഇതെല്ലാം കൂടെ എഴുന്നള്ളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളെക്കൊണ്ട് കൊള്ളാമെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ട് ആ ക്രൗഡ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിർത്തണം ഈ പണി. ഞാനൊക്കെ എന്നും പറയുന്നൊരു കാര്യമാണ്. എന്ന് നിർത്തണമെന്നുള്ളത് ആലോചിച്ചാണ് നടക്കുന്നത്. നമുക്കതിന് കഴിവില്ല എന്ന് കണ്ടാൽ അന്നേരം ക്വിറ്റ് ചെയ്താണ്. ക്വിറ്റിംഗ് ഈസ് ആൻ ആർട്ട്, ക്വിറ്റിംഗ് ഈസ് എ ഗ്രേസ്. ഞാനിത് സന്ദർഭോചിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇന്ന് അങ്ങനെയുള്ള 2-3 പേരൻ്റ് എന്നോട് വന്ന് പറഞ്ഞു, സാറേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം, പലപ്പോഴും വരാറില്ല, ഇത് സാറിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രം വന്നതാണ് എന്ന് പറയുമ്പോൾ അവർ അതൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുക. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്, വളരെ ഇഫക്റ്റീവായിട്ടുള്ള മിടുക്കരായ ആൾക്കാരുണ്ട്. മിടുക്കരായ ആൾക്കാരെയൊക്കെ വിളിക്കാൻ പല സ്കൂളുകൾക്കും പേടിയാണ്. കാരണം അവരൊക്കെ സത്യങ്ങൾ വിളിച്ച് പറയും. അത് ചിലപ്പോൾ സ്കൂളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടൊക്കെയാണ് വിളിക്കാത്തത്. ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് പോകുന്നവരെയാണ് നമുക്കൊക്കെ ഇഷ്ടം. അതല്ല വേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കൾക്കൊക്കെ നിരന്തരമായ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ ഇനി ആവശ്യമാണ്. കുട്ടികൾക്ക് ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ നിരന്തരമായ കൗൺസിലിംഗ് അവർക്ക് കൊടുക്കണം. കുട്ടികൾക്ക് ഈ പേടി 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും പേടിയാണ്. 12ാം ക്ലാസ്സിൽ പോലും പേടിക്കുന്ന കുട്ടികളാണ്. എന്തുകൊണ്ടാണ്? അവരെ ഒന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് പോലും കഴിയുന്നില്ല. അധ്യാപകർക്ക് പരിശീലനങ്ങളില്ല. കുട്ടികൾ സ്ട്രെസ്സും ഭയങ്കരമായ ആങ്സൈറ്റിയും ഫിയറും ഒക്കെയുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തി അവരുടെ പേഴ്സണാലിറ്റിയിലൊക്കെ ആവശ്യത്തിനുള്ള വ്യത്യാസങ്ങൾ വരുത്തണം. ചില കുട്ടികളിലൊക്കെ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ ഇന്നൊരു കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു, കുട്ടിക്ക് വിറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം അവർക്കറിയില്ല. ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലും ഇത്രയും ആങ്സൈറ്റി വന്നിട്ട് പോലും ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു ആങ്സൈറ്റിയൊക്കെ ധാരാളമായിട്ട് വരുമ്പോൾ ഒരു ഡോക്ടറെയൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ച് ഒരു ഫിസിക്കൽ ചെക്കപ്പൊക്കെ നടത്തി ശാരീരികമായ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ചിലപ്പോൾ ശാരീരികമായ എന്തെങ്കിലും ഡെഫിഷ്യൻസി എന്നൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇനി ചില കുട്ടികൾക്ക് ശാരീരികമായ ഭാഗമൊക്കെ ഓക്കെയാണ്. അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും കെമിക്കൽ ഡെഫിഷ്യൻസീസൊക്കെ ബ്രെയിനിൽ വരികയും അല്ലെങ്കിൽ ഹോർമോണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടൊക്കെ ഇത്തരം ആങ്സൈറ്റിയൊക്കെ വരും. ചിലർക്ക് ജെനറ്റിക്കാണ്. പേരൻസിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് കാണും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടോ, അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓർത്തൊരു 4-5 പേരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൻ്റെ സഹോദരിക്കുണ്ട്, അമ്മൂമ്മയ്ക്കുണ്ട്, പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിക്ക് ഇതൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം കുട്ടികൾ ഇതുപോലുള്ള ഒരു അവസ്ഥയിലൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ ഏതെങ്കിലും നല്ല ഒരാളുടെ അടുത്ത് പോയി അതിന് വേണ്ട പരിരക്ഷകൾ കൊടുക്കണം. കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പരമപ്രധാനമായ ഒരു കാര്യം. ഇന്നൊരു പിതാവ് എന്നോട് വന്നിട്ട് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ഈ കാലഘട്ടത്തിലെ 80% കുട്ടികളും മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് 80% കുട്ടികളെ ഒന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാം. കുറേ അങ്ങ് പുള്ളി പ്രസംഗിക്കുകയാണ്. ഞാൻ ഒറ്റ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? പുള്ളി പറഞ്ഞു 2 കുട്ടികൾ. ഞാൻ ചോദിച്ചാൽ ആ 2 കുട്ടികൾ ഹാപ്പിയാണോ? അവന്മാരൊരിക്കലും ഹാപ്പി ആവത്തില്ല. അപ്പം തന്നെ തീർന്നില്ലേ? ആദ്യം പോയി അവനവൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നേരെയാക്കുക. നമുക്ക് ലോകത്തെ 80%, 100% ഒക്കെ പിന്നെ നേരെയാക്കാം. നമ്മുടെ വീട്ടിലെ കുട്ടികളെ ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള കുട്ടികളാക്കാൻ കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ സമാധാനമായിക്കോളും. മദർ തെരേസ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അവനവൻ്റെ വീടിൻ്റെ മുറ്റം ഓരോരുത്തരും വൃത്തിയാക്കിയിട്ട് ലോകം മുഴുവൻ വൃത്തിയാകും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുമ്പോൾ പരീക്ഷയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഉയർത്താനുള്ള ധാരാളം ശ്രമങ്ങളുണ്ടാകുക. ഒരുപാട് ട്യൂഷൻ സെൻറ്ററുകളിലൊക്കെ പോയി കെട്ടിക്കിടന്നുറങ്ങുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തുന്നത് നന്നായിരിക്കും. വീട്ടിലിരുന്ന് കൂടുതൽ സമയം പഠിക്കുകയും എന്ത് മനസ്സിലാക്കി, എന്ത് ഗ്രഹിച്ചു. അതുപോലെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കുട്ടികൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ശരിയായിട്ട് വായിച്ച് അനലൈസ് ചെയ്യാതെയാണ് പല കുട്ടികളും പരീക്ഷ എഴുതുന്നത്.
ഞാൻ ഇന്നും കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്യുക ആൻഡ് വിഷ്വലൈസ് ദ ആൻസർ. ധാരാളം ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. പല കുട്ടികളും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാതെ ഉത്തരം എഴുതുന്നതുകൊണ്ട് ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ല എഴുതുന്നത്. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത്. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയമൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. മുഴുവൻ സമയം പഠിക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം വ്യായാമമൊക്കെ വേണം. ഒരു 10-45 മിനിറ്റ് വ്യായാമമെങ്കിലും വേണം. ഒരു 6-7 മണിക്കൂർ കുട്ടികൾക്ക് ഉറക്കം വേണം. ഇതിനിടയിലൊക്കെ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുക്കണം. നല്ല ഭക്ഷണം വളരെ പ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ കുറയ്ക്കുക. വീട്ടിലെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. ന്യൂട്രിറ്റീവായിട്ട് ആഹാരം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വൃത്തിയായിരിക്കുക. കുളിക്കുക, നനയ്ക്കുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഒക്കെ ചെയ്യുക. കൂടുതൽ സമയം പഠിത്തത്തിന് വേണ്ടി ചിലവഴിക്കുക. നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് മുമ്പോട്ട് കൊടുക്കുക. ബെസ്റ്റ് എഫേർട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതിൻ്റെ ബെസ്റ്റ് എഫേർട്ട് മുമ്പോട്ട് കൊടുക്കുക. നമുക്ക് കൂടുതലൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ ഒന്നും സാധിക്കില്ല. എല്ലാവരെയും പിടിച്ച് നേഴ്സാക്കുകയും വേണ്ട. അതൊക്കെ ഒരു രോഗാതുരമായ അവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഓരോന്നും ആകാൻ പറ്റുന്നവരാകട്ടെ. എല്ലാവരും കൂടെ ഒരേ ഫീൽഡിലൊന്നും പോകണ്ട. ഒരുപാട് മേഖലകളിൽ മനുഷ്യനെ ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഫീൽഡിലും ഒരു എക്സ്ട്രാ ഡിമാൻഡില്ല. അതുകൊണ്ട് എല്ലാ ഫീൽഡിലും വരുന്ന മിടുക്കർക്ക് അവസരങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത, ഞാൻ ഏത് ഫീൽഡിൽ പോയാലും ഒരു മിടുക്കനാകാൻ പറ്റും, ഒരു മിടുക്കിയാകാൻ പറ്റും. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. എനിക്ക് ഏത് ഫീൽഡിൽ പോയാൽ ബെസ്റ്റ് ആകാൻ പറ്റും. ആ ബെസ്റ്റ് ആകാൻ പറ്റുന്ന ഫീൽഡിൽ പോയി നമ്മൾ ജീവിതത്തെ വിജയിപ്പിക്കുക. നിങ്ങൾക്ക് നല്ല അനുഗ്രഹമുള്ള ഭാവി ഉണ്ടാവട്ടെ. മാതാപിതാക്കളും ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. വീഡിയോ കേട്ടതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. അതിൻ്റെ ആ ഫൈനർ പോയിൻ്റ് എന്താണ്, അതാണ് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് ഗ്രഹിച്ച് കുട്ടികളെ അപ്രോച്ച് ചെയ്യുക. കുട്ടികൾ ആരാണെന്ന് കണ്ടുപിടിക്കുകയും കുട്ടികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാവരും മികച്ച വ്യക്തിത്വങ്ങളാകാൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വിത്തിലും ഒരു വൃക്ഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനിലും ഒരു മഹാനുമുണ്ട്. പക്ഷേ എല്ലാ വിത്തും വൃക്ഷമാവുന്നില്ല, എല്ലാ മനുഷ്യനും മഹാനും ആകുന്നില്ല. അതൊക്കെ ആവണമെങ്കിൽ വലിയൊരു പ്രയത്നം അവർക്ക് ചുറ്റുമുള്ള വ്യക്തികൾ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ജെനറ്റിക്സിൽ കുഴപ്പങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവരുടെ എൻവയോൺമെൻറ്റ്, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മികച്ചതാക്കി കൊടുക്കുക. അവർക്ക് വേണ്ടി ഒന്ന് പുറകോട്ടിറങ്ങാനും ഒന്ന് തോറ്റു കൊടുക്കാനും ഒക്കെ കഴിഞ്ഞാൽ അവർ വിജയിക്കും, ഒരു സംശയമില്ല. എല്ലാവർക്കും നല്ല സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.